അയ്യാ വണക്കം. കഴിഞ്ഞ ദിവസമാണ് RSS ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് 4 വയസ്സ് മുതൽ ഞാൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് OCD രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം പോണ പോക്കിലെ കോലാഹലമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സുഡാപ്പികളാണ്. സ്വാഭാവികമായിട്ടും സുഡാപ്പികൾ അതിഭീകരമായിട്ടുള്ള കോലാഹലം നടത്തുന്നു. മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ചാനൽ ഈ വാർത്ത പൊക്കി ലൈംലൈറ്റിൽ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോൾ RSSകാർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറേ ദുരൂഹതകളുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തതാണ്. അതായത് ഈ ആത്മഹത്യാക്കുറിപ്പ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. മരിക്കാൻ പോകുന്ന വ്യക്തി തന്നെ പീഡിപ്പിച്ച ആളുടെ പേര് എഴുതിയിട്ടില്ല. അതേസമയം തൻ്റെ സ്വത്തുക്കൾ, തൻ്റെ മ്യൂച്വൽ ഫണ്ട്, തൻ്റെ ഡിജിറ്റൽ ഗോൾഡ്, പോരാതെ തന്നെ തൻ്റെ ഷെയർ മാർക്കറ്റിലെ ഷെയർസ്, പോരാതെ തന്നെ തൻ്റെ കാറ്, ഇതൊക്കെ ആർക്ക് കൊടുക്കണമെന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ പീഡിപ്പിച്ച ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഈ ആൾ ഇനി പുറം ലോകം കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇനി ഈ ആളുമായിട്ട് ആരും കൂട്ടുകൂടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നോട്ട് എഴുതിയിട്ടും അയാളുടെ പേര് മാത്രം അതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കാറൊക്കെ എൻ്റെ സഹോദരനായിട്ടുള്ള അൻസിലിന് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇയാളുടെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് അൻസിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്നാണ് ആ കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയാണ്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതായത് VS അജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. അതിൽ പുള്ളിക്കാരൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചോദിക്കുന്നത് ഈ വ്യക്തിയുടെ മരണത്തിൽ ഈരാറ്റുപേട്ട സ്വദേശി അൻസിലിൻ്റെ പങ്കെന്ത് എന്നുള്ളതാണ്. അൻസിലിൻ്റെ പങ്കെന്താണ് ഈ വ്യക്തിയുടെ മരണത്തിൽ? ഈ വ്യക്തിയുടെ മരണമൊഴി എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഈ പോസ്റ്റിന് ആധാരം. ലിങ്കുകൾ സഹിതം ഈ പോസ്റ്റുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും. അൻസിലിൻ്റെ പങ്ക് കണ്ടെത്താൻ സഹായിക്കുന്ന ചില പോസ്റ്റുകൾ താഴെ ചേർക്കുന്നു എന്ന് പറഞ്ഞ് പോയിൻ്റായിട്ടാണ് ഇതിനകത്ത് ഈ VS അജീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പല തൻ്റെ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ വ്യക്തിയുടെ മരണത്തിൽ അൻസിലിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അതിലൊന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആകെ 6 പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ ഇതിനു മുമ്പുള്ള എല്ലാ പോസ്റ്റിലും നല്ല സൂപ്പർ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ഭാഷയും വേണ്ടത്ര വശമില്ലാത്ത രീതിയിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, മംഗ്ലീഷിൽ എന്തൊക്കെയോ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ മരിച്ച വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ 6 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ 6 പോസ്റ്റിൽ നല്ല കിടുക്കാച്ചി ഇംഗ്ലീഷിലാണ് പല പോസ്റ്റുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ആത്മഹത്യാക്കുറിപ്പ് മാത്രം ഒരു ഭാഷയും അറിഞ്ഞുകൂടാത്ത ഒരാൾ എഴുതിയ പോലെ മംഗ്ലീഷിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഈ 3 ഭാഷയിൽ എഴുതിയിരിക്കുന്നു. അതെന്തിനാണ് 3 ഭാഷയിൽ എഴുതുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബാക്കിയുള്ള അയാളുടെ പോസ്റ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. അതായത് ഒരാളുടെ ശൈലി നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ഇയാൾ ഇട്ടതാണോ എന്ന് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സമൂഹത്തിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഹാക്കായി അതിനകത്ത് വേറെ ഏതെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേ ഇത് ഹാക്കായതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങൾ. അതാണ് ഒന്നാമത്തെ സംശയം. ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് 4-ലധികം തവണ പോസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിൽ തന്നെ പറയുന്നു. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് ഒരാൾ ആത്മഹത്യക്ക് തീരുമാനിച്ചാൽ ദിവസം ഷെഡ്യൂൾ ചെയ്ത് കാത്തിരിക്കില്ല, ആ ദിവസം തന്നെ ചെയ്തിരിക്കും. ഇനി മൂന്നാമത്തെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നുവെന്ന് പറയുമ്പോഴും ആഫ്റ്റർ ദിസ് മേ ബി ഒരു വീഡിയോ വരുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ് വരുമെന്ന് ഉറപ്പാണെന്നിരിക്കെ മറ്റൊരു പോസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് ഉറപ്പിക്കുന്നില്ല? മറ്റൊരാൾക്ക് അക്കൗണ്ട്, പാസ്വേഡ്, ആക്സസ് ഇല്ലാതെ അങ്ങനൊരു കാര്യം സൂചിപ്പിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ ആക്സസ് ഉള്ള ഒരാൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞും റീ എഡിറ്റ് ചെയ്യാമല്ലോ. അതായത് ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഈ പോസ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ മേ ബി എൻ്റെ ഒരു വീഡിയോ കൂടെ വരും, പക്ഷേ അപ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനൊരു വീഡിയോ കൂടെ വരണമെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് മാത്രമല്ല വേറെ ആർക്കോ കൂടെ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ആക്സസ് ഉണ്ട്. അപ്പോൾ ഇയാളിത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മറ്റേ ആൾക്ക് ഇത് റീ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടല്ലോ എന്നുള്ളത്. അതായത് ഇയാൾ പോസ്റ്റ് ചെയ്തിട്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞ ശേഷം ഈ പോസ്റ്റ് ഈ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ ഇടാനിരിക്കുന്ന വേട്ടാവളിയിൽ വന്ന് റീ എഡിറ്റ് ചെയ്തതാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതാരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഡൗട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. ഇനി നാലാമത് OCD എന്ന രോഗാവസ്ഥ ഉള്ളതായും ചികിത്സയും മരുന്നുമുള്ളതായും പറയുന്നു. എനിക്ക് ആരോടും ദേഷ്യമില്ല എന്ന് മലയാളത്തിൽ പറഞ്ഞു വച്ചതിന് തൊട്ടടുത്തുള്ള വാക്യത്തിൽ ഒരു വ്യക്തിയോടും ഒരു പ്രസ്ഥാനത്തിനോടുമുള്ള ദേഷ്യം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഇതാണ് അടുത്ത സംശയം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത്, വളരെ കാലം എടുത്ത് തയ്യാറാക്കി എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു. സ്വന്തം വസ്തുവകകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ തൻ്റെ 4 വയസ്സ് മുതൽ ശാരീരികമായി പീഡിപ്പിച്ച ഒരാളുടെ പേര് മാത്രം പറഞ്ഞില്ല. ജീവിതം അവസാനിപ്പിക്കുന്നു.
ആരോടും ബാധ്യതകളില്ല, ആരോടും മറ്റ് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയ ഒരു വ്യക്തിയുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനിയൊന്നും ബാക്കിയില്ല. മരണത്തെ പേടിയില്ലാത്ത ഒരാൾക്ക് തന്നെ ഇത്രയും ദ്രോഹിച്ച വ്യക്തിയുടെ പേര് പറയാൻ പേടിയോ? ഇങ്ങനൊരു സംഭവമോ മറ്റൊരാൾക്കും അറിയില്ല. അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞ് അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയല്ല പോസ്റ്റ് എഴുതിയ ആളുടെ ഉദ്ദേശം, മറിച്ച് അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സംഘടനയെ മുഴുവൻ കരിവാരി തേക്കുകയാണ് എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്. ഇനി ആറാമത്തത്, 18 വയസ്സിന് ശേഷം പോയ ക്യാമ്പിൽ നിന്നുണ്ടായ അനുഭവം പോലും മറ്റൊരാളോടോ ചുമതലയുള്ള സ്വന്തം അച്ഛനോടോ വീട്ടുകാരോടോ ഈ കാലയളവിൽ വരെ പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? അതുവരെ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ പക്ക ഇംഗ്ലീഷ് ഉപയോഗിച്ചയാൾ ആ കാര്യം പറഞ്ഞ പാരഗ്രാഫും സംഘത്തെ പ്രതിപാദിപ്പിക്കുന്ന ഭാഗങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. നിലവാരമില്ലാത്ത മംഗ്ലീഷ് അതേപോലെ അതിനു മുമ്പ് നിലനിർത്തിയ ക്യാപിറ്റലിൽ ആരംഭത്തിൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കില്ല. അതായത് അതുവരെ നല്ല ഭംഗിയായിട്ട് പോസ്റ്റ് പോകുന്നു, പക്ഷേ ഈ സംഘപരിവാറിൻ്റെ പോർഷൻസ് വരുമ്പോൾ മാത്രം നിലവാരമില്ലാത്തൊരു ഭാഷയിലാണ് ഈ സാധനം എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിനൊന്നും ഒരു ഇംഗ്ലീഷ് ടച്ചുമില്ല എന്നുള്ളതാണ്. ഇനി ഏഴാമത്, അടുത്തതായി പറയുന്നു, ആൾക്ക് മാത്രമല്ല പബ്ലിക്കായി മൈതാനങ്ങളിൽ നടത്തപ്പെടുന്ന ശാഖകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചുള്ള ക്യാമ്പിൽ നിന്നും പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന്. സ്വന്തം കുറിപ്പെന്ന് പറയപ്പെടുന്നതിൽ മറ്റൊരാളുടെ കാര്യം പറയാൻ എന്ത് തെളിവാണുള്ളത്? മറ്റു കുട്ടികൾക്കും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തുറന്ന അനുഭവം പറയണമെന്ന് പറയുമ്പോഴും അയാളുടെ പേര് പറയാനുള്ള ധൈര്യം പോസ്റ്റ്മാൻ കാണിക്കുന്നില്ല. ലക്ഷ്യം ഒരാളല്ല, സംഘടനയാണ് എന്നത് ഇവിടെ കൂടുതൽ വ്യക്തമാകും. ഇനി എട്ടാമത്, 6 വർഷം മുമ്പ് സ്വന്തം പിതാവിൻ്റെ അപകട മരണം പോലും ഫേസ് ചെയ്ത് പിടിച്ചു നിന്നു. സ്വന്തം കുടുംബത്തെ പിടിച്ചു നിർത്തിയ ആൾക്ക് ഇത് തരണം ചെയ്യാൻ ഇത്ര വർഷത്തിന് ശേഷം സാധിക്കില്ലെന്ന്. പല സംഘബന്ധമുള്ള സ്വയം സേവകരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇനി 9ാമത്തത്, പിന്നെ പറയുന്നത് ആദ്യം എതിർത്തിരുന്ന പെങ്ങളുടെ പ്രണയത്തെക്കുറിച്ചാണ്. എൻ്റെ ആത്മഹത്യക്ക് പെങ്ങൾക്കോ അളിയനോ പങ്കില്ല എന്നാണ്. ആരും ഒന്നും പറയാതെ തന്നെ കോഴിത്തൂവലുള്ളവൻ തലയിൽ സ്വന്തമായി കൈവച്ച പോലെയായി ഇത് എന്നാണ് അജീഷ് പറയുന്നത്. ഇനി 10ാമത്, 20-ാം തീയതി നടക്കാനിരുന്ന സുഹൃത്തായ അർജുൻ ദേവുവിൻ്റെയും കല്യാണം വളരെ കാത്തിരുന്നുവെന്നും ആഗ്രഹിച്ചിരുന്നുവെന്നും പറയുന്നു. പല ദിവസവും പോസ്റ്റ്പോണ്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത ഒരാൾ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യത്തിനും കാത്തിരിക്കാമായിരുന്നു. അതിനുശേഷം മതിയെന്ന് തീരുമാനിച്ചേനെ. ഇതിനു മുമ്പ് മറ്റൊരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇനി 11ാമത്തത്, സ്ത്രീധനത്തിനെതിരാണെന്ന് പറയുമ്പോഴും അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ച തുക കൊണ്ട് മേടിച്ച ഗ്ലാൻസാ കാർ കൃത്യമായി അൻസിൽ അളിയന് കൊടുക്കണമെന്നും ലാപ്ടോപ്പിൻ്റെ അവകാശി അൻസിലിൻ്റെ അമ്മു മാത്രമാണെന്നും പറയുന്നു. അവസാന സമ്പാദ്യമായ കാർ അടക്കം കൊടുക്കണമെങ്കിൽ ഇത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ സ്വാഭാവികമായി മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനന്തു അൻസിലിനോട് പറഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവികമായി ഈരാറ്റുപേട്ട സ്വദേശിയായ അൻസിൽ RSSനെ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പറയുകയും മുഴുവൻ കാര്യങ്ങളെയും ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമോ? അടുത്ത ഡൗട്ട് ഇതാണ്. ഇനി ഒരു കാര്യം കൂടി, അച്ഛൻ്റെ മരണശേഷം കൃത്യമായി വലവിരിച്ച് ചെന്നൈയിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറയപ്പെടുന്ന അൻസിലും അനന്തുവിൻ്റെ അയൽവാസിയായ NIA കേസ് പ്രതികളെ ഒളിപ്പിച്ച് താമസിപ്പിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധവും പരിചയവും അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അജേഷ് പറയുന്നത്. ഈ മരണം കൊണ്ട്, പണം കൊണ്ടും കാർ കൊണ്ടും ആ വീട്ടിലേക്കുള്ള സ്വാതന്ത്ര്യം എന്നിവയെല്ലാം കൊണ്ടും ആത്യന്തികമായി ലാഭം കിട്ടിയ ഒരേ ഒരാൾ മാത്രമുള്ളൂ, അത് അൻസിലാണ് എന്നും ഈ പോസ്റ്റിൽ വ്യക്തവും കൃത്യവുമായി പറയുന്നുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരി.